മീ സെറ്റ്ലാക്സ് ഇത് ലക്ഷ്മി. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ പോകുന്നത് ഫാമിലി ആയിട്ടൊരു ട്രിപ്പാണ്. ഫാമിലി ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ടല്ല, വേറെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര മംഗൽഡാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. വീടിൻ്റെ അവിടെ നിന്നാണ് കടപ്പാറ. അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുഴൽമന്നം കഴിഞ്ഞിട്ട് കുറച്ച് പോകുമ്പോഴത്തേക്കും തന്നെ കാർമേഘം നല്ലപോലെ ഇരുണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ണന്നൂർ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെരുമഴയാന്ന് തോന്നുന്നു വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കാർമേഘമൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. എന്താ പ്ലാനിങ് ഒക്കെ എന്താവും അറിയില്ല. താമസിക്കാതെ തന്നെ അതേ മഴ തുടങ്ങി. ചെറുതായിട്ട് തുള്ളി നല്ല മഴയായിരുന്നു. അടിപൊളി മഴയായിരുന്നു പോകുന്ന വഴിക്ക്. നല്ല മഴ കേട്ടോ. ഇന്നത്തെ പ്ലാനിങ് ഒക്കെ എന്താവും അറിയില്ല. എന്തായാലും മുമ്പോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ യാത്രയുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. ശാന്തമ്മയ്ക്ക് മുക്കിക്കൊടുന്ന് ബ്ലഡൊക്കെ വന്ന് ആകെ ഒന്ന് സീനായിരുന്നു, BP ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് എൻഡോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വന്നേക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കയറി കഴിഞ്ഞ് നേരെ അപ്പ് ഡൗണിലോട്ട് വിട്ടു. അവിടെയാണെന്നുണ്ടെങ്കിൽ മന്തി ഉണ്ടായിരുന്നില്ല. മന്തി കഴിക്കുന്നുള്ള ഒരേ ഒരു ലക്ഷ്യമായതുകൊണ്ട് നേരെ അൽഡ്രീമിലോട്ടാണ് അടുത്ത ലക്ഷ്യം. എന്തായാലും മന്തി തന്നെ മേടിച്ചിട്ട് തന്നെ ഉള്ളൂ എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. അത് കഴിഞ്ഞ് അൽഡ്രീമിൽ കയറി എല്ലാവരും മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി സെറ്റായിട്ടിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ടുങ്കുടൂര് ഒരു കുഞ്ഞു കസേര, അതുപോലെ തന്നെ ശിവാനിക്കുട്ടിക്ക് ഒരു കുഞ്ഞു കസേര കിട്ടി. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ കയ്യിലൊക്കെ പിടിച്ചോണ്ടും എടുത്തോണ്ടും ഒക്കെ ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ കസേരയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മന്തിയൊക്കെ കഴിച്ചിട്ട് ഇനി മലമ്പുഴയിലോട്ടൊരു യാത്രയാണ്. അപ്പൊ നമ്മള് പുത്തൂർ റോഡിൽ അങ്ങോട്ട് മലമ്പുഴയിലോട്ട് തിരിയാട്ടോ പാലക്കാട് നിന്ന്. മലമ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നേരെ ചെന്ന് മലമ്പുഴ പാർക്കിംഗ് കയറ്റി പാർക്ക് ചെയ്തു. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മൾ പാർക്കിങ്ങിന് അവിടുന്ന് മലമ്പുഴ എത്തിയിട്ടോ. പാർക്കിങ്ങിന്റെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു അക്വേറിയത്തിന്റെ മീനും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് ആദ്യം കേട്ടോ. അതാണ് നമുക്ക് കുറച്ചും കൂടി ഈസി. അതിനുശേഷം നമ്മൾ ഉള്ളിൽ കയറുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ റോപ്പ് കയറണമെങ്കിലും അതും ഈ ലെഫ്റ്റിലോട്ട് തന്നെയാണ് കേട്ടോ. ഇവിടം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോകണം. ഇതാണ് നമ്മുടെ അക്വേറിയം കോംപ്ലക്സ് കേട്ടോ. ഇതിനുള്ളിൽ നമ്മൾ കയറാൻ പോകുന്നത്. അഡോൾട്ടിന് 30 രൂപയും അതേപോലെ ചിൽഡ്രന് 20 രൂപയും. ഇവർ പിള്ളേർ ചെറുതല്ലേ, 3 വയസ്സിന് താഴെയുള്ളവർക്കൊന്നുമില്ല. അപ്പം നമ്മൾ 5 പേർക്ക് എടുക്കണം. 5 പേർക്ക് 30 രൂപ വീതം. ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ 30 രൂപയ്ക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ലാഭമാട്ടോ. ഒത്തിരി മീനുകളും കളക്ഷനൊക്കെ കാണാനുണ്ട്. നമുക്ക് നോക്കാം. ശാന്തമ്മയായിട്ട് വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് പതുക്കെയൊക്കെ നടക്കത്തുള്ളൂ. ആൾക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പതുക്കെ കയറി പതുക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ കുറേ അക്വേറിയങ്ങൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തെല്ലാം പല വെറൈറ്റി മീനുകളും അതേപോലെ തന്നെ അതിൻ്റെ പേരുകളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമ ഞണ്ട് പോലത്തെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ നമുക്കൊരു മിസ് കേരള എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്. അതായത് ഒരു നമ്മുടെ ഈ പരലിൻ്റെ ഒക്കെ ഒരു നീണ്ട വരയുള്ളൊരു മീനാണ്. ഈ മീൻ എന്ന് പറഞ്ഞാൽ ചാലക്കുടി പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. അത് മിസ് കേരള എന്നാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ പേര് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മിസ് കേരള എന്നുള്ളത്. പിന്നെ പിള്ളേർക്കൊക്കെ ഇത്രയും വലിയ മീനിനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു. ടുങ്കുളുവിനാണെങ്കിലും അതേപോലെ ശിവാനിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര അത്ഭുതമായിരുന്നു. അവരാണെന്നുണ്ടെങ്കിൽ കുറേ നേരം അത് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. കാരണം ഇത്രയും വലിയ മീനെയൊക്കെ അവരിങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. ടുങ്കുടു പിന്നെ 1-2 തവണ വന്നിട്ടുണ്ടെങ്കിലും ശിവാനിക്കുട്ടി അങ്ങനെ വന്നിട്ടേ ഇല്ല. ഇതിനുള്ളിൽ ഫുള്ള് ഇരുട്ടും ലൈറ്റും ഒക്കെ ആയിട്ട് നമ്മളൊരു ഗുഹയുടെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ 30 രൂപയ്ക്ക് നല്ല അടിപൊളി സംഭവം കേട്ടോ. മലമ്പുഴ വന്നു കഴിയുമ്പോൾ ഇത് ശരിക്കും എല്ലാവരും മിസ് ചെയ്ത് പോകുന്നൊരു കാര്യം. കാരണം ഇത് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ആയതുകൊണ്ട് ആരും അവിടെ ഉള്ളതായിട്ട് തന്നെ അറിഞ്ഞിട്ടില്ല. അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ തവണ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ളതേ അറിഞ്ഞില്ല. ഞാനിവിടെ കൊണ്ടുപോകുമ്പോഴാണ് അവരിങ്ങനെ അറിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ 30 രൂപയ്ക്ക് നല്ല ലാഭമുള്ള ഒരു പരിപാടിയാണ്. ഇത്രയധികം ഫിഷിനെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ ഉള്ള കൂടുതൽ ആൾക്കാരും മലമ്പുഴ വരുന്നവർ അറിയുന്നില്ല ഇപ്പുറത്ത് ഇങ്ങനെ ഒരു അക്വേറിയം ഉള്ള കാര്യം. അപ്പോൾ ഇത് വളരെ നല്ലൊരു മലമ്പുഴയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും കയറാതിരിക്കരുത് കേട്ടോ ആരും. പിന്നെ ഒരു കാര്യം കാണിച്ചില്ല, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മലമ്പുഴയുടെ ഒരു ഡാമിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഉണ്ട്. അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇതാണ് മലമ്പുഴ ഷട്ടറിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഇവിടെ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് എഴുതി മലമ്പുഴ ഡാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതും കൂടെ ഒന്ന് കാണണേ. എന്തായാലും ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണും. അപ്പോൾ ഇതോടുകൂടി ഈ അക്വേറിയത്തിൻ്റെ പരിപാടികൾ അവസാനിച്ചിട്ടില്ല. ഇവിടെ ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. അവിടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയും കേട്ടോ. ഈ അക്വേറിയത്തിലോട്ട് കയറുന്ന അവിടെ ആയിട്ട്, അതായത് നമ്മൾ ഇറങ്ങി വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ബിഗ്, അതായത് വലിയൊരു സൈസിലൊരു ഫിഷിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് നമുക്ക് ആദ്യമൊക്കെ വന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു.
ഇതിനകത്തും കുറേ മീനുകളും കാര്യങ്ങളും നമുക്ക് ഈ വായുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് കാണാൻ പറ്റും. ഞാൻ കാണിച്ചില്ല. അത് ഇതിനുള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അത് ഫുള്ള് ക്ലോസ്ഡ് ആണ് കേട്ടോ. മഴ വരുന്നുണ്ട്, ബാക്കി എന്താവും അറിയില്ല. അപ്പൊ തന്നെ മഴ വന്ന് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കയറി നിന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ളവരെ കാണുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. നിങ്ങളിപ്പോൾ കണ്ടോ, അതേപോലെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കുക. അല്ലാതെ ഈ ഒരു കുഴപ്പമില്ലാതെ ഇതേപോലെ വല്ലതും തരുമെന്ന് ചോദിച്ച് നടക്കുന്നവർക്ക് ഒരിക്കലും കൊടുക്കരുത്. ഇതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് മലമ്പുഴയിലോട്ടുള്ള ഗാർഡനിലോട്ടുള്ള എൻട്രി. ഇതിൻ്റെ അപ്പുറത്തൊരു സ്നേക്ക് പാർക്ക് ഉണ്ട്. അങ്ങോട്ടാട്ടോ നമ്മൾ ഇനി പോകുന്നത്. മലമ്പുഴയിലോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡായിട്ട് വരുന്നതാണ് ഈ സ്നേക്ക് പാർക്ക് എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളിലും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് സ്നേക്ക് പാർക്കിലോട്ടാണ്. അപ്പുറത്തിന് അവിടെ നിന്ന് നേരെ സ്നേക്കിന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത്. അഡൾട്ടിന് 15, ചിൽഡ്രന് 15, അഡൾട്ടിന് 25 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുക. ടിക്കറ്റ് എടുത്ത ഉള്ളിലേക്ക് ഇത് എവിടെയായിട്ട് നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് കയറാം. വലിയ വൻ സെറ്റപ്പ് ഒന്നുമില്ല. 25 രൂപയ്ക്കൊക്കെ നല്ല ലാഭമുള്ള പരിപാടിയാണ്. കുറച്ചധികം പാമ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ നിന്നിട്ട് അപ്പുറത്ത് ഗ്ലാസ്സിൽ ഇട്ടിരിക്കുന്ന പാമ്പുകളെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതല്ലാണ്ട് പിന്നെയും ഗ്രില്ലിൽ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ പച്ചില കൊതി. പണ്ടൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരുന്ന കാട്ടിലും വീട്ടിലും നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ. പക്ഷെ ഇപ്പോൾ അതിനൊന്നും കാണാനേ കിട്ടാറില്ല. അതുപോലെ വംശനാശം വന്നെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ മൂർക്കൻ, കരിമൂർക്കൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാമ്പുകളെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരു റൗണ്ടിൽ ഒരു ചെറിയൊരു കുഞ്ഞു മല പോലെ ഒരു കോൺക്രീറ്റും കൂടി സെറ്റാക്കി വെച്ചിരിക്കും. ഇതിൻ്റെ ഈ മരക്കൊമ്പിൽ കണ്ടോ നിറച്ച് പാമ്പുകളാണ്. അതായത് മൂർക്കനും മറ്റേ ചേരയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നമുക്കൊരു പേടിയൊക്കെ ആവും. അപ്പോൾ അമ്മയ്ക്കും അമ്മമ്മയ്ക്കൊക്കെ നല്ല പേടിയാണ്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ നേരമൊക്കെ പറഞ്ഞ് പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം നിന്ന് കണ്ട് സെറ്റായിട്ട് ഇതൊക്കെ തന്നെ പോയത്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്. അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. കുറച്ചധികം പാമ്പിനെ നമ്മൾ കണ്ടു. ഇനി മുതലാനെ കാണാൻ പോകാം. അപ്പോൾ ഈ മുതലക്കൊട്ട് ഞാനിവിടെ വരുന്ന കാലം തൊട്ടേ ഞാൻ എപ്പോഴും കാണുന്നതാണ് കേട്ടോ. ഒരു അനക്കം ഉണ്ടാവില്ല. ആളൊന്നെങ്കിൽ മുകളിൽ കയറി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി ഇതേപോലെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ നടക്കുന്നതോ പിടിക്കുന്നതോ കണ്ണ് ഉറക്കുന്നൊന്നും കാണാനില്ല. ഫുൾ ടൈം ഉറക്കമായിരിക്കും കേട്ടോ. പിന്നെയും കുറച്ച് പാമ്പിൻ്റെ സെക്ഷൻ ഇതേപോലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ മലമ്പാമ്പിൻ്റെ അടുത്തേക്കാണ്. മലമ്പാമ്പിന് പല ഏരിയയിൽ 2-3 സ്ഥലത്തായിട്ട് വലിയ മലമ്പാമ്പുകൾ ഇതേപോലെ ഗ്രില്ലിട്ടിട്ട് മരക്കൊമ്പിലൊക്കെ കയറി ഇങ്ങനെ കിടക്കുന്ന പോലെയും അതേപോലെ കണ്ടോ ആമയുണ്ട്. അങ്ങനെ 2-3 സെക്ഷനായിട്ട് മലമ്പാമ്പിനെ ഇട്ടിട്ടുണ്ട്. അത് നല്ല വലുതാണ്. ചെറുത് മാത്രമല്ല, നല്ല വലുതുമുണ്ട് ചെറുതുമുണ്ട്. പല ഐറ്റം, അതായത് നെറ്റ് ഇട്ടിട്ട് ഇതേപോലെ ഗ്രില്ലിനകത്ത് ഇട്ടിട്ടുണ്ട്, ഗ്ലാസ്സിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല സെക്ഷനായിട്ട് ഇട്ടേക്കാണ് മലമ്പാമ്പിന്. ഇതൊരു കുഞ്ഞ് റൗണ്ട് റിങ് ഇട്ടിട്ട് ആ റൗണ്ടിനുള്ളിൽ ഒരു ചെറിയൊരു കിണർ പോലെ അതിനുള്ളിലും ഇതേപോലെ 2 പേരുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ കിങ് കോബ്രേനെ വെച്ചിരിക്കുന്നത്, നമ്മുടെ രാജവെമ്പാലിനെ വെച്ചിരിക്കുന്നത്. നല്ല വിഷമുള്ള പാമ്പാണ് കേട്ടോ. അപ്പോൾ നല്ല നീളമുള്ള വലിയ 2 പേരെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അതിനകത്ത് ഒരാൾ ആ കൂടിനുള്ളിലുണ്ട്, ഒരാളിതേ പുറത്തോട് ഇങ്ങനെ അയഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ സ്നേക്ക് പാർക്കിലെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഗാർഡനിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. മലമ്പുഴ ഗാർഡൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്കിവിടെ 30 രൂപ ടിക്കറ്റ് എടുക്കണം ഓരോരുത്തർക്കും. പിള്ളേർക്ക് ചാർജില്ല. അതേപോലെ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. പക്ഷേ ഇതിനുള്ളിൽ ഒരുപാട് നടക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. അപ്പോൾ ഈ ഗാർഡനുള്ളിൽ കൂടെ കുറേ നടന്നാലും നമുക്ക് മലമ്പുഴ എക്സിയുടെ അടുത്തോട്ട് അല്ലെന്നുണ്ടെങ്കിൽ തൂക്കുപാലത്തിന് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ബോട്ടിങ് കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പോയാൽ നമുക്ക് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ മഴ നമ്മളെ ചതിച്ചു ഗൈസ്. ഭയങ്കര മഴയായി. എല്ലാവർക്കും കുടയൊന്നും എണ്ണം ഉണ്ടായിരുന്നില്ല. 1-2 കുടയുണ്ടായിരുന്നു. പിള്ളേർ നനയാണ്ട് നമ്മൾ പരമാവധി നോക്കി എല്ലാവരും ഇതേപോലത്തെ ഒരു മരത്തിനടിയിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്നു. ഇതാണ് കേട്ടോ ഗാർഡൻ. മുകളിൽ ഡാമാണ് വരുന്നത്. ഡാം കെട്ടിയിട്ട് ഷട്ടറിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറണമെങ്കിൽ അങ്ങോട്ട് കയറാം. തൊട്ടടുത്ത് നിന്ന് തന്നെ നമുക്ക് തൂക്കുപാലത്ത് നിന്നിട്ട് വെള്ളം ഷട്ടർ തുറന്ന് വിടുന്ന സമയത്ത് അത് കാണാം. പിന്നെ നമുക്ക് പോകേണ്ടത് പാർക്കാണ്.
മഴ ചതിച്ചുകൊണ്ട് നമുക്ക് അതും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം നേരെ പാർക്കിൽ കയറി ഒരു തുണിയൊക്കെ തലയിലിട്ടും കുടയൊക്കെ ചൂടി പിള്ളേരെയും കൊണ്ട് കുറച്ച് നേരമൊക്കെ ചെറിയ തുള്ളലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അപ്പോൾ ആകെ മഴ അളിവിളി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പിള്ളേരെയും കൊണ്ട് കളിപ്പിച്ചു. എല്ലാവരും ഇതുപോലെ തന്നെയാണ് പാർക്കിലൊക്കെ കുടയൊക്കെ ചൂടി നിന്ന് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ കുറച്ച് നേരം എത്ര നേരം എന്ന് പറഞ്ഞാൽ പിള്ളേർ ഈ കളിക്കുന്ന സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പെരുമഴയൊക്കെ മാറിയതോടെ എല്ലാവരും കയറി പിന്നെ ഓരോന്നോരോന്നായിട്ട് കളിക്കാനും പിടിക്കാനൊക്കെ തുടങ്ങി. പാർക്കിലോട്ട് വന്നേക്കാണ്. മഴ കാരണം എല്ലാം ചളിവിളി കുളമായി. യക്ഷിയുടെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. നല്ല തിരക്കുണ്ട്. പക്ഷേ മഴ പെയ്യുമ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലൊക്കെ കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പാർക്കിനുള്ളിലാണേലും ഉണ്ട് പിള്ളേർ, എന്നാലും എല്ലാത്തിലും മഴയൊക്കെ നനഞ്ഞിട്ട് ആർക്കും കയറാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. ഹോസ്പിറ്റൽ കേസുമായിട്ട് വന്നിട്ടുള്ള നമ്മൾ ഈ പാർക്കിലും മലമ്പുഴയിലൊക്കെ വന്ന് ഈ മഴയൊക്കെ കൊണ്ട് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ച് എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ടൊന്നും ഒരിക്കലും പോക്ക് മിക്കവാറും നടക്കില്ല. അതുകൊണ്ട് ഇതേപോലെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നാൽ പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോക്കങ്ങ് പോകും. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ധാരാളം പിള്ളേരുണ്ടായിരുന്നു. അവർ ചെളിയാണോ മഴയാണോ അതൊന്നും അവർ നോക്കുന്നുണ്ടായിരുന്നില്ല. അവർ സുഖമായിട്ട് അങ്ങ് വെള്ളത്തിനകത്തും ചെളിക്കകത്തൊക്കെ കിടന്നങ്ങ് കളിച്ചു. അപ്പോൾ ടുങ്കുടുനെ ഇതേപോലെ ഒന്ന് ഇരുത്തിയൊന്ന് ഊരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവനെ ചെളിയിലൊന്നും ഇറക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആദ്യം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു പിള്ളേരുടെ. ഇപ്പൊ ഓടുന്നില്ല, മഴ ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് കയറിയിരിക്കാം. എല്ലാരും ചുമ്മാ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്സിന്റെ പാർക്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പേയ്മെന്റ് ഒന്നും വരുന്നില്ല. നമ്മൾ ഗാർഡനിലോട്ട് കയറാൻ വേണ്ടി 30 രൂപ എടുത്തിട്ടില്ലേ, അതിനകത്ത് തന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കുറച്ച് നേരം കളിച്ച ശേഷം പിള്ളേരുടെ കൊതിയൊക്കെ മാറിയപ്പോഴത്തേക്കും നമ്മൾ ഈ കുട്ടികളുടെ ഈ ഗാർഡനകത്തുനിന്ന് പിന്നെ ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ നടന്നിങ്ങനെ പോകുന്നു. പിള്ളേരെയൊക്കെ ഫ്രീ ആയിട്ടൊന്ന് വിട്ട് നമ്മുടെ ഇത് കണ്ടിട്ടും കൂടെ ഒക്കെ നല്ല ഫ്രീ ആയിട്ട് നടക്കുക എല്ലാ കാഴ്ചയും കണ്ടിട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങളൊന്നും പോവാം. മലമ്പുഴ യക്ഷിയുടെ അങ്ങോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റോപ്പിലൊന്നും കയറാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഒത്തിരി ദൂരം നടക്കാൻ നമുക്ക് പിള്ളേരുണ്ട് ഒന്ന്, പിന്നെ അമ്മമ്മയുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും ദൂരമൊക്കെ. അപ്പോൾ ഭയങ്കര മഴയും കൂടി ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മഴയൊന്നും ഇല്ലാത്ത സമയമൊക്കെ നോക്കി വരിക. എല്ലാവരും എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ കിഡ്സ് പാർക്കിൽ എന്തായാലും കയറുക. കിഡ്സിനെ കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേറെ എക്സ്ട്രാ ഫീസൊന്നും വരുന്നില്ല. ഈ 30 രൂപ ചാർജ് തന്നെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടേക്കാം. ഓക്കെ, ബൈ. അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് ചായയൊക്കെ കുടിച്ച് പോകുമ്പോഴത്തേക്കും തന്നെ രാത്രി നമ്മുടെ വീട്ടിലോട്ട് എത്താൻ വേണ്ടി അധികം ദൂരമുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ രാത്രി അങ്ങ് നേരെ വിട്ടടിച്ച് പോകുന്നു. കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്ന വഴിക്ക് പാലക്കാടിൻ്റെ മെയിൻ പരിപാടിയാണല്ലോ വേല. അപ്പം മുടപ്പല്ലൊരു വേല നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് വണ്ടിയും കൊണ്ടൊന്ന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്നു. ആ പന്തലൊക്കെ ഇവർക്കൊന്ന് കാണാൻ വേണ്ടി വണ്ടിയിലിരുന്ന് കണ്ടതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് പോയി തിരിച്ചു വന്നു. അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.